നേർവീതി. നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശുവും ഗലീലയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശുവാകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ വലവീശിയ മനുഷ്യരോട് കൂട്ടുവാനെങ്കിലും, വിൽക്കാനല്ല കരുവെക്കാനെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ഒരു അപരിചിതൻ ചോദിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴെങ്കിലും പത്രോസും കൂട്ടരും ഒരുപക്ഷെ ഇത് യേശുവാണോ എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ വേറൊരു ന്യായമുണ്ട്. 3.5 വർഷം മുമ്പ് കർത്താവ് അവരെ ഗലീല കടൽപ്പുറത്ത് നിന്ന് വിളിക്കുമ്പോഴും ഒരു രാത്രി മുഴുവൻ വീശിയിട്ട് മീൻ കിട്ടിയില്ല. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞതനുസരിച്ച് അവര് വല വീശിയപ്പോഴാണ് പെരുത്ത മീൻകൂട്ടം കിട്ടിയത്. തീർച്ചയായിട്ടും അവർക്കിത് ഓർക്കാമായിരുന്നു. അതും ഇതുപോലൊരു പ്രഭാത സമയത്ത് ആയിരുന്നു. പക്ഷേ ഉപജീവനത്തിനായി മീൻ പിടിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നവർ 3.5 വർഷം മുമ്പത്തെ ആ സംഭവവും, അല്ലെങ്കിൽ യേശുവിനോട് പറഞ്ഞ വാക്കും, യേശുവിൽ നിന്ന് ലഭിച്ച 3.5 വർഷം ലഭിച്ച നന്മകളും അതെല്ലാം മറന്നു. 2 പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ട കാര്യവും അവർ മറന്നു. ഒരിക്കലും യേശു ഗലീലയിൽ വരും എന്നവർ വിചാരിച്ചില്ല. കാരണം യേശു യെരുശലേമിലാണല്ലോ. അവർ യേശുവിനോട് പറയാതെ, അല്ലെങ്കിൽ ആരോടും പറയാതെയാണല്ലോ പോകുന്നത്. അപ്പോൾ യേശു നടന്ന് ഗലീലയിൽ വരുമെന്ന് അവർ കരുതിയില്ല. തന്നെയല്ല, യേശു അങ്ങനെ സർവജ്ഞാനമുണ്ട് എന്നോ, അല്ലെങ്കിൽ യേശു ആത്മശരീരി ആയതുകൊണ്ട് നൊടിയിട കൊണ്ട് യെരുശലേമിൽ നിന്ന് ഈ ഗലീലയിലെ ബെത്സയിദ കടൽ തീരത്തെത്താൻ കഴിയുമെന്നോ അവർ വിശ്വസിച്ചില്ല. അതവർ ചിന്തിച്ചേയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. അവരെങ്ങോട്ടാണ് പോയതെന്ന് യേശുവിനറിയാം. നമ്മുടെ കർത്താവ് ഇപ്പോൾ ആത്മശരീരിയാകയാൽ നടക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നടന്നിട്ടുണ്ട്. യേശുവിന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നൊടിയിട കൊണ്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന ഒരു ശരീരമാണ് കർത്താവിന് ഉള്ളത്. ഇവിടെ തന്നോടുകൂടെ 3.5 വർഷം ജീവിച്ച് ഒരുമിച്ച് ശുശ്രൂഷിച്ച് കർത്താവ് അവർക്ക് വേണ്ട എല്ലാ ഭൗതിക നന്മകളും ഒന്നും കുറയാതെ നൽകി കൊടുത്തതാണ്. അങ്ങനെയുള്ള കർത്താവ് മരിക്കുമെന്ന് പറഞ്ഞിരുന്നു, ഉയർക്കുമെന്ന് പറഞ്ഞിരുന്നു. അവരാ തുറന്ന കല്ലറ കണ്ടതാണ്. തീർച്ചയായിട്ടും യേശു ഉയർത്തതായിരിക്കാം. 2 പ്രാവശ്യം യേശു അവർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ തീർച്ചയായിട്ടും യേശു വരും, യേശു തുടർന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്ന് ഈ ശിഷ്യന്മാർ ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ വിശപ്പ് നിമിത്തം, ഉപജീവന ചിന്ത നിമിത്തം അവർ ഗലീലക്കടലിൽ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തൻ്റെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് പാപമോചനവും മരണശേഷം സ്വർഗവും മാത്രമല്ല, ഇഹലോകത്തിൽ അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ്. നമുക്ക് വേണ്ട ഉപജീവനത്തിൻ്റെ വഴികൾ തീർച്ചയായിട്ടും കർത്താവ് കാണിച്ചു തരും. തീർച്ചയായിട്ടും നമ്മുടെ ഭൗതിക കാര്യത്തിലും കർത്താവിന് ശ്രദ്ധയുണ്ട്. അല്ലാതെ ഞാൻ സ്വർഗം മാത്രം തരാം, ഞാൻ പാപമോചനം മാത്രം തരാം, ബാക്കി നിങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് പറയുകയില്ല. തീർച്ചയായിട്ടും നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ വന്നവനായതുകൊണ്ട് നമ്മുടെ ആത്മീയ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഭൗമിക കാര്യം, നമ്മുടെ ഭക്ഷണകാര്യം, നമ്മുടെ സാമൂഹ്യ കാര്യം, നമ്മുടെ വീട്ടുകാര്യം
എല്ലാ മേഖലയിലും നമ്മുടെ കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും, സഹായിക്കുകയും ചെയ്യും. അതിനാണ് കർത്താവ് നമ്മെ സമീപിച്ചത്, നമുക്കായി കുരിശിൽ മരിച്ചത്, രക്ഷയൊരുക്കിയത്. ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ സമസ്ത മേഖലയിലും കർത്താവ് തീർച്ചയായിട്ടും സഹായിക്കും. ഇവർക്കൊരു പിഴവ് സംഭവിച്ചു, പക്ഷേ കർത്താവ് ക്ഷമിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി അവരായിരുന്ന സ്ഥലത്തേക്ക് ഒരു ഇടയനെ പോലെ, കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയനെ പോലെ വരുന്ന യേശുവിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് അവരോട് അവരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്, വാത്സല്യത്തോടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എത്രയോ സ്നേഹവാനാണ്. നമ്മുടെ ഭാഗത്ത് നമ്മുടെ അവിവേകം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അജ്ഞത കൊണ്ട്, നമ്മുടെ അവിശ്വാസം കൊണ്ട് വരുന്ന തെറ്റുകൾ ഒക്കെ ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്ന് മനസ്സിലാക്കി കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.